ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഹറം 1 ഖാദിമാരൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ 113 തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതേണ്ടത്. അൽഹംദുലില്ലാ, ഞങ്ങളൊക്കെ ഇവിടെ എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിങ്ങളിൽ പല ആളുകളും രാവിലെ തന്നെ എഴുതിയിട്ടുണ്ടാകുന്നു മനസ്സിലാക്കുന്നു. ഈ രാവിലെ സുബഹിക്ക് ശേഷം എഴുതുമെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റിൽ എഴുതി അറിയിച്ചിരുന്നു. ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. ഒരു A4 ഷീറ്റോ മറ്റോ എടുക്കുകയാണെങ്കിൽ വളരെ വൃത്തിക്ക് എഴുതാനും സാധിക്കും. ഇൻഷാ അല്ലാഹ് എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെ എഴുതാൻ പറ്റും, എഴുതാൻ സാധിക്കാത്ത അശുദ്ധിയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കണം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 113 തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതാൻ ഉദ്ദേശിച്ചവർ, ഇതുവരെ എഴുതിയവർ ഒക്കെ ഒന്ന് താഴെ നിന്ന് കമൻറ്റിൽ അറിയിക്കൂ. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ 5-6 വർഷമായിട്ട് ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഗുണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അനുഭവം കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, നമുക്കും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരുന്നു ഇതുപോലെ 113 തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത്. ഞങ്ങളെല്ലാവരോടും എഴുതാറുണ്ട്, വർഷങ്ങളായിട്ട് ഇങ്ങനെ എഴുതി വരാറുണ്ട്. നിങ്ങൾ ഇതുപോലെ എഴുതി നോക്കൂ, ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന് അത്രമേൽ ഗുണങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം ബിസ്മിയുടെ മഹത്വം എന്താണെന്നുള്ളത്. അത് മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന, സുഫിയാക്കളും ഔലിയാക്കളൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു രൂപവും കൂടെയാണ് ഈ മുഹറം 1 ആദ്യത്തന്ന് 113 തവണ ബിസ്മി എഴുതുക എന്നുള്ളത്. അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത്, നമ്മൾ അതിൻ്റെ അക്ഷരങ്ങൾ പലപ്പോഴും തെറ്റിച്ചെഴുതാറുണ്ട് പലരും. അങ്ങനെ തെറ്റിക്കാതെ എങ്ങനെ എഴുതാം എന്നുള്ളത്, ഏത് രൂപത്തിലാണ് അത് എഴുതേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മളത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന രൂപത്തിൽ 19 അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഒറ്റ അക്ഷരമാക്കിയിട്ടാണ് എഴുതേണ്ടത്. ബ ഒന്നാമത്തെ ലെറ്റർ, സീൻ രണ്ടാമത്തത്, മീം മൂന്നാമത്തത്, അലിഫ് 4, ലാം 5, ലാം 6, ഹ അത് ഇങ്ങനെ നിങ്ങളൊന്ന് എണ്ണി വയ്ക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 അങ്ങനെ 19 അക്ഷരങ്ങളാണ് അതിലുണ്ടാകുക. ഈ 19 അക്ഷരങ്ങൾ ഇതുപോലെ വൃത്തിയായി ഖിബിലക്ക് മുന്നിട്ട് നല്ല നിയ്യത്തോടുകൂടെ ഇന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കിട്ടുമെന്ന് നോക്കുക, ആ രൂപത്തിലല്ല, നല്ല ആത്മാർത്ഥതയോടുകൂടെ എഴുതി നോക്കൂ. ഇത് അനുഭവമല്ലേ പറയുന്നത്. മുഹറം 1 ഇത് എഴുതുക, അത് സൂക്ഷിച്ചു വെക്കുക. ആ വർഷത്തിൽ അവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. അത് എഴുതി പേഴ്സിലോ പോക്കറ്റിലോ മറ്റോ സൂക്ഷിച്ചാൽ സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. അള്ളാഹു അവൻ ആ വർഷത്തിൽ മുട്ടിക്കൂല. എല്ലാ രൂപത്തിലും ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരും. നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് 113 തവണ എഴുതുകയാണ്. പക്ഷെ നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ അല്ല എഴുതേണ്ടത്. അത് എഴുതേണ്ടത് ഓരോ അക്ഷരവും ഒറ്റയായി വേർതിരിച്ച് ഒറ്റക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. അവിടെ എഴുതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി എന്നുള്ളിടത്ത് മീമിന് ശേഷം അലിഫ് ഉണ്ടാകില്ല. ഇങ്ങനെ 19 അക്ഷരം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഫത്ഹും കസറും ലൊമ്മൊന്നും ഇടേണ്ടതില്ല. ബിസ്മി എഴുതുന്ന സമയത്ത് ഓരോ തവണയും മുകളിൽ കാണിച്ച 19 അക്ഷര രൂപങ്ങളിൽ എഴുതിയാൽ മതി. നമ്മൾ ഈ രൂപത്തിൽ എഴുതുമ്പോൾ നേരെ വൃത്തിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഖിബിലക്ക് മുന്നിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ എഴുതുന്ന സമയത്ത് ചില ആളുകളൊക്കെ വലുതാക്കി എഴുതുമ്പോൾ ഒരു വൃത്തിയടക്കാവാറുണ്ട്. അങ്ങനെ വൃത്തിയേടാവാതെ ഇപ്പം നമ്മൾ ഈ കാണിച്ചതുപോലെ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ എഴുതേണ്ട ഒരു രൂപം, ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ ഇപ്പം നമ്മളൊക്കെ A4 ഷീറ്റിൽ ഒരു 40 തവണ ഒരു ലൈനിൽ ഒരു 3 ഭാഗമാക്കി തിരിച്ചു. എന്നിട്ട് 40 തവണ ഒരു ലൈനിൽ എഴുതി, മറ്റ് ലൈനിൽ 40 തവണ, അപ്പോൾ 80 തവണയെ, ബാക്കിയുള്ളത് മൂന്നാമത്തെ ഒരു റോയിലും എഴുതി. അങ്ങനെ എഴുതിയപ്പോൾ നല്ല നീറ്റുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വളരെ വൃത്തിയിൽ എഴുതുക. നല്ല കീറിപ്പോകാത്ത പേപ്പറിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം.
അതേപോലെ തന്നെ A4 പോലെയുള്ള പേപ്പറിലായാൽ നമ്മളൊക്കെ ഇപ്പോൾ അതിലാണ് എഴുതുന്നത്. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ അത് പറ്റും. കേടുപാടുകൾ വരാതെ സൂക്ഷിക്കാൻ കഴിയും. എഴുതിയത് സൂക്ഷിച്ചു വെക്കുന്നത് അതൊരു വലിയ കാവലാണ് യഥാർത്ഥത്തിൽ. നല്ലൊരു ഹിഫ്ള് നമുക്ക് ലഭിക്കും. ഞാൻ വർഷങ്ങളായിട്ട് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്നും കൂടിയാണ് പറയുന്നത്. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഇതിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ വുളുവോടുകൂടെ പരമാവധി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. വുളു എടുത്തുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്ന നിയ്യത്തുകളെ കൊണ്ടാണ്. നല്ലൊരു നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കാം. ഒരു പുതിയ വർഷമാണ് ആരംഭിക്കുന്നത്. ഈ വർഷം നമുക്ക് ആഫത്തുകൾ വരരുത്, മുസീബത്തുകൾ വരരുത്, മാരകമായ രോഗങ്ങൾ വരരുത്, അപകടങ്ങൾ വരരുത്. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് ഒന്നും സംഭവിക്കരുത്. ഇനി ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ചെയ്താൽ ഒന്നും കൂടെ നല്ലതാണ്. അത് ബ്ലാക്ക് ഇങ്കിൽ എഴുതാൻ കഴിയുന്നവരങ്ങനെ തന്നെ എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മഷിയിൽ എഴുതുക. ഇത് എഴുതുന്നതിനിടക്ക് അഭൗതികമായ അന്യ കലാമുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. അതേപോലെ തന്നെ ബിസ്മി എഴുതുമ്പോൾ അക്ഷരങ്ങൾ ഹർക്കത്തിടാതെ എഴുതേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് എഴുതുക. പിന്നെ അതേപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നിയ്യത്തോടു കൂടി എഴുതുക. എല്ലാ ദിവസവും ബിസ്മി ചൊല്ലുന്നത് പതിവാക്കുകയും ചെയ്യുക. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ ഗുണങ്ങളും മഹത്വങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. മഹത്തുക്കളൊക്കെ അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ 12,000 ഒരു ബിസ്മിയുടെ അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. പലരും ഇത് ചെയ്തവരാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. ആ ബിസ്മിയുടെയൊക്കെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത് തന്നെ അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ്. ആ ബിസ്മിയുടെ മഹത്വം മനസ്സിലാക്കാൻ അത് മാത്രം മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അതിൽ നല്ല ഫലം ഉണ്ടാവും. എത്രയോ അനുഭവങ്ങളാണ്. ഇത് എഴുതാൻ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞ് ഒന്നിരുന്ന് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിച്ചു. ഒരു 10-20 മിനിറ്റിനുള്ളിൽ. ഇനി സ്ലോ റൈറ്റിംഗ് ഉള്ള ആളുകൾ, വളരെ സാവധാനത്തിൽ എഴുതുന്ന ആളുകളാണെങ്കിലും ഒരു 10-20 മിനിറ്റിനുള്ളിൽ അത് എഴുതി തീർക്കാൻ പറ്റും. നല്ല അന്തരീക്ഷത്തിലിരുന്ന് ഖിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് എഴുതി നോക്കൂ. അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. വെറുതെ ഇതാരും പറയില്ലല്ലോ, അനുഭവങ്ങളല്ലേ പറയുക. ഇതിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് എന്ത് കിട്ടാനാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ കൊണ്ടല്ലേ പറയുന്നത്. അത് അനുഭവമാണ്. നമ്മൾ പിന്നെ എല്ലാം അങ്ങോട്ട് തുറന്നു പറയുന്നത് ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ ഗുണങ്ങൾ അള്ളാഹു കഴിഞ്ഞ വർഷം നൽകി. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. ബിസ്മിക്ക് അത്രമേൽ മഹത്തുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏത് കാര്യത്തിനാണെങ്കിലും ബിസ്മി ചൊല്ലി ഇറങ്ങുക എന്നുള്ളത്. എന്തിനും ബിസ്മി ഇല്ലാത്തൊരു സംഭവമേ ഇല്ല. നിങ്ങൾ നമ്മുടെ ദീനിൻ്റെ ഏത് കർമ്മങ്ങൾ എടുത്തു നോക്കിക്കോ, അതിലൊക്കെ ബിസ്മിയുമായി ബന്ധപ്പെട്ടതുണ്ട്. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് സുന്നത്തുള്ള സമയമാണ്. നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുക. ഒരു പുതിയ വർഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം നമ്മിൽ നിന്ന് വീണുപോയി. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അഥവാ നമുക്കിനി സഞ്ചരിക്കാനുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു വർഷം കുറച്ച് കുറവാണ് ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം. അത്രമേൽ മരണത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്നാണ്. നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ മരണം നമ്മോട് അടുത്തിരിക്കുകയാണ്. എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു നമുക്ക് നല്ലൊരു ആഖിബത്ത് തരണം. അള്ളാഹു നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ എന്നൊന്നും ദുആ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും മരിക്കേണ്ടി വരും, ഉറപ്പാണ്. അങ്ങനെ ആരെങ്കിലും ഈ ഭൂമി മണ്ണിൽ ജീവിക്കണമായിരുന്നെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കണമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും, എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. അത് ഓരോ ശരീരം രുചിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മരിപ്പിക്കരുത് എന്നുള്ള ദുആ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനോ ഒന്നും പോകുന്നില്ല. എന്തായാലും മരണപ്പെടും. അപ്പം മരണം ഒരു നല്ല മരണമായി കിട്ടണം അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ വർഷം അള്ളാഹു നമുക്ക് നമ്മുടെ റൂഹിനെടുത്തില്ല. ഈ വർഷത്തിലേക്ക് അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സൊക്കെ നൽകിയില്ലേ? എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എത്ര ആളുകൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി. വലിയ വലിയ അപകടങ്ങൾ വിട്ട് മരണപ്പെട്ടു പോയി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേദനയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട പലരും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ പലരും കടന്നു വരുന്നുണ്ടാകും. അവരൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി. ഇനിയുള്ള ഈ വർഷം നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കണം. നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ദർസിനൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അവർക്കൊന്നും ഒരു ആഫത്തും മുസീബത്തും ഒന്നും ഉണ്ടാവരുത്. നമ്മുടെ ദർസിലേക്കൊക്കെ എല്ലാ മാസത്തിലും 5-ാം തീയതിക്കും 10-ാം തീയതിക്കൊക്കെ ഉള്ളിൽ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് സ്വതക്ക നൽകുന്ന, സ്ഥിരമായി നൽകുന്ന സമ്പന്നന്മാരോ കോടീശ്വരന്മാരൊന്നുമില്ല, ഉള്ളതിൽ നിന്ന്, അവർക്ക് നൽകുന്ന സമ്പത്തിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരുണ്ട്. അവരൊക്കെ എപ്പോഴും കണ്ണീരോടുകൂടെ പല
വിഷയങ്ങൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ദിവസങ്ങളിലൊക്കെ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളൊക്കെ എഴുതിയോ? ഒന്ന് അറിയിക്കട്ടോ, ആരൊക്കെ എഴുതി, ആരൊക്കെ എഴുതാൻ പോകുന്നത്, എഴുതൂലേ എന്നുള്ളതൊക്കെ അറിയിക്കുക. എത്ര കാലമായി നിങ്ങളിത് എഴുതാൻ തുടങ്ങിയിട്ട്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.